ഇല്ല നമ്മുടെ ഇതിൻ്റെ നമുക്ക് ആദ്യം നമ്മുടെ നോക്കി നോക്കാം. അതിൻ്റെ ഉള്ളിൽ തേനീച്ചിരി നോക്കി. ഇളക്കി യോജിച്ച് മൂടി വെച്ചാൽ മതി. സൺഡേ ടൈംസിന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്, ഞങ്ങൾ പള്ളിയിൽ പോവാണ്. അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സൂര്യകാന്തിയില്ലേ, എനിക്കറിയില്ല സൂര്യകാന്തി, പക്ഷെ നമുക്ക് നാടാടി പക്ഷെ അതിൻ്റെ നിറച്ചുണ്ടായിട്ട് കണ്ട, അതിൻ്റെ വിത്തൊക്കെ ഉണ്ടായിട്ട് നിറച്ച് സൂപ്പറായിട്ട് ഉണ്ടായിട്ട്. ഇല്ല നമ്മുടെ ഇതിൻ്റെ നമുക്ക് ആദ്യം നമ്മുടെ നോക്കി നോക്കാം. അതിൻ്റെ ഉള്ളിൽ തേനീച്ചിരി നോക്കി. ഇതാണ് അനുവിൻ്റെ ലാംഗ്വേജ് സ്കൂൾ. ഇവിടെയാണ് അനു ജർമ്മൻ ഇൻ്റഗ്രേഷൻ കോഴ്സ് പഠിക്കുന്നത്. പള്ളിയിൽ പോയിട്ട് തിരിച്ചെത്തി. ഞാൻ വീട് തുറക്കാണ്. അന്നത് ഇപ്പോൾ വരുന്നുണ്ട്. ഇച്ചിരി ബാക്കിലായിരുന്നു. എത്തി നിൽക്കുന്നു എല്ലാവരും. നാലുമണി 5 മണിയുണ്ട്, കുഴപ്പമില്ല. എന്നാലും ഞങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് കിടന്നുറങ്ങി. എന്നിട്ട് വീട്ടിലേക്ക് കുളിച്ചു. പാൽച്ച അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. കറ മുഴകളൊക്കെ ഉണ്ട്. ഇവിടെ തരിത്തര് ഇലച്ചായ കിട്ടും. ഇലച്ചായ കുറച്ച് നേരം തിളപ്പിക്കണം. ഇന്നിവിടെ ഞങ്ങൾ പെട്ടെന്നുള്ള തീരുമാനമാണ്. പൊറോട്ടയും കോഴിക്കറിയും വെക്കുകയാണ്. ഇത് ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഇവിടെ മൈദമാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോണ്ടാണ് കുഴക്കണേ. കുഴച്ച് പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഗ്രഹം കുഴക്കണം. പാവല്ലേ, ഒറ്റയ്ക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് സഹായിക്കാവുന്നതാണ്.
കുഴക്കാൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണട്ടാ. ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട്. അടുത്തത് അന്നക്കുട്ടിക്ക് ആഗ്രഹം. അതിനുണ്ടി കൂട്ടുള്ളത് ചെയ്യണമെങ്കിൽ ചെയ്യും. ആഗ്രഹങ്ങൾ തീർത്തി. പൊറോട്ട കഴിക്കാണ്ട് പൊറോട്ട കഴിക്കാൻ മലത്തിയടിക്കാണ്. കഴിഞ്ഞ എല്ലാവരും കോഴി നന്നാക്കുക. കോഴി നന്നാക്കാനായിട്ട് തോല് പൊളിക്കണം. ആദ്യം തോല് പൊളിച്ചിട്ട് നമ്മൾ നന്നാക്കാറ് സാധാരണ. അല്ലാണ്ടുള്ള കോഴി കിട്ടും, പക്ഷേ അത് ഈ ബ്രസ്റ്റ് പീസ് വേറെ, അതുപോലെ തന്നെ കാലിൻ്റെ പീസ് വേറെ, തൈൻ്റെ പീസ് വേറെ, അങ്ങനെ അതുപോലെ തന്നെ കൈയിൻ്റെ പീസ് അങ്ങനെ വേറെ വേറെ. ഫുൾ കോഴിയായിട്ട് കിട്ടണമെങ്കിൽ അത് ഡ്രസ് ചെയ്യാത്ത കോഴി കിട്ടുക. അപ്പോൾ നമ്മളിതിനെ ഫുള്ള് ഇതിൻ്റെ തോല് മുഴുവൻ കളഞ്ഞിട്ട് വേണം ചെയ്യണമെങ്കിൽ. അവിടെ ചിക്കൻ കറിയുടെ മസാല ഒക്കെ വഴറ്റി വന്നു. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഉപ്പും മുളകും എല്ലാം പുരട്ടി വെച്ചതാണ്. ചിക്കൻ ഇട്ട് നന്നായി ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ചാൽ മതി. ഒന്ന് വെച്ചോളൂ. നമ്മുടെ പൊറോട്ടയ്ക്കുള്ള ചിക്കൻ കറിയാണ്. കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിച്ച് മൂടി വെച്ചാൽ മതി. അപ്പോൾ അത് സെറ്റായി നന്നായി വെന്ത് വന്നോളും. അങ്ങനെ മൂടി വയ്ക്കുകയാണ്. അവിടെ ഇത് വേവട്ടെ. അപ്പോൾ കുഴച്ചിട്ട് ഇത് ആക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉണ്ടുരുട്ടി വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാതും. ഇനി ഇതൊന്ന് അടിച്ചു നോക്കാൻ പറ്റുമോ നോക്കാം. അടിക്കില്ലേ നമ്മൾ മറ്റേ സാധാരണ പോലെ ചെയ്യണം. എല്ലാവരും ചെയ്യണം. കത്തി കൊണ്ടല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് വരഞ്ഞിട്ട് നമ്മൾ കൂട്ടുള്ളൂ. അല്ലാണ്ട് നമുക്ക് അടിക്കാനുള്ള ഇതൊന്നും ഇല്ല. അതാണ് നമ്മളങ്ങനെ ചെയ്യാറില്ല സാധാരണ. മൈദപ്പൊടി വരാറുണ്ട്. ടീസ്പൂൺ വെച്ചിട്ടാണ് മുറിക്കുന്നത്. ടീസ്പൂൺ വെച്ചിട്ട് പണിയാണ്. ചിലപ്പോൾ അത് കളർ ഇത് വീണാൽ ഈ പണിയല്ലേ. ഓട്ട വന്നു. അത് കുഴപ്പമില്ല. നമുക്കത് എങ്ങനെയാലും ഇതാക്കി കിട്ടിയാൽ മതി. എന്നിട്ട് ഇത് റൗണ്ട് ചെയ്ത് വെക്കുക. ഇത്തിരി വെളിച്ചെണ്ണ ആക്കണം. വെളിച്ചെണ്ണയ്ക്ക് അതൊരു പഞ്ഞും പാടില്ല. ഇതിരി പുളിച്ച് കിടക്കണം. വെളിച്ചെണ്ണയിൽ കുരിച്ച് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. സോഫ്റ്റ് ആവണം. കെട്ടിയാക്കിട്ട് വെക്കുമല്ലേ. കെട്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി ഇറക്കി വയ്ക്കും. ഇങ്ങനെ ഇറക്കി വയ്ക്കും. എന്നിട്ട് തെളിച്ചിടും. അടുത്തെടുക്കും. തന്നെ പിടി. അടുത്ത് വെക്കിടി. അതൊക്കെ ആവും.
അടിവാക്കുന്നുണ്ട സെറ്റായി. എണ്ണയിൽ കുളിച്ചിട്ട് നോക്കി. പാത്രത്തിൽ ഫുള്ള് ലെയറിന്റെ ബഹള ബുദ്ധി പ്രാവശ്യം പ്രാർത്ഥന അങ്ങേക്ക് ഇഷ്ടമുള്ള വിശുദ്ധ പ്രാർത്ഥിക്കണമേ. ആമേ. വിശ്വാസ പ്രമാണം അങ്ങനെ സമാധാനം സന്തോഷം സ്ഥിരിക്കുകയും ആശ്വസിക്കണമേ. ഞാൻ ക്ഷമിക്കണമേ. അപ്പത്തിനുള്ളിൽ സ്നേഹം തന്ന് ഒരു തുള്ളി മുന്തിരിച്ചാറിൽ നാഥൻ കടലോളം സ്നേഹം നിറച്ചു. നിത്യമാം ജീവൻ ചൊരിഞ്ഞു. മുറിയും ഹൃദയത്തിൽ മുറിയാത്തൊരു സ്നേഹം, ചിതറും രക്തത്തിൽ കതറാത്തൊരു ത്യാഗം. ഞങ്ങൾ പൊറോട്ട കഴിച്ചോക്കാണ്. നമ്മളുണ്ടാക്കിയ പൊറോട്ട തന്നെ, നമ്മളുണ്ടാക്കിയ ചിക്കൻ കറി, ചിക്കൻ കറി ഉണ്ടാക്കി, ഞാൻ പൊറോട്ട ഉണ്ടാക്കി. അപ്പോൾ കഴിച്ചോക്കാം. അനുകുട്ടി കഴിച്ചോക്കടി. പൊറോട്ടയ്ക്ക് ഇത്തിരി ഉപ്പുറമുണ്ട്. പക്ഷേ ചാറ് കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല. സൂപ്പറായിട്ട് അടിപൊളി. ഇതായിരുന്നല്ലേ അറിഞ്ഞേ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇവിടെ ഒന്നും അങ്ങനെ പൊറോട്ട ഒന്നും അങ്ങനെ കിട്ടില്ല. പക്ഷെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടണത് ആകെ ശ്രീലങ്കയുടെ അതൊരു സുഖം ഉണ്ടാവില്ല. ഫ്രോസൺ പൊറോട്ട ചെറുതാണ്. ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടാ കുറച്ച് വേവന്നെയാ. സൂപ്പറായിട്ട് അതിന് ഫുള്ള് കുതിർത്ത് വെച്ച് കിഴി പൊറോട്ട പോലെ സൂപ്പറായിട്ട് നന്നായിട്ട് നല്ല പൊറോട്ട. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഞായറാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇത് കഴിച്ച് അവസാനിപ്പിക്കട്ടെ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.